നമ്മുടെ മുടിയും സ്കിന്നും ഒക്കെ ഇനിയെങ്കിലും കെയർ ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ബയോട്ടിൻ ലഡു ഉണ്ടാക്കുക എന്നുള്ളത്. സംഭവം ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും നഷ്ടമൊന്നും വരാനില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ബദാം, കാഷ്യൂനട്ട്, പീനട്ട്സ്, കറുത്ത എള്ള്, സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ആദ്യം നമുക്ക് നമ്മുടെ പീനട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബദാം, പിന്നീട് കാഷ്യൂനട്ട്സ്, പിന്നീട് നമുക്ക് കറുത്ത എള്ളും റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ശേഷം ഇതൊന്ന് ചെറുതായിട്ട് തണുക്കണം. ഇതെല്ലാം ഒരുമിച്ചും റോസ്റ്റ് ചെയ്യാമായിരിക്കും, പക്ഷെ ഞാൻ വേറെ വേറെ ആയിട്ടാണ് ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫ്ലാക്സ് സീഡും ഫ്ലാക്സ് സീഡിൻ്റെ നേരെ പകുതി പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടെ റോസ്റ്റ് ചെയ്യണം. പിന്നീട് ഇവയെല്ലാം തണുത്തതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ സീഡും നട്ട്സും എല്ലാം എടുത്തു വന്നപ്പം ഞാൻ ഉദ്ദേശിച്ചതിലും അളവിൽ കൂടുതൽ എനിക്ക് കിട്ടി. എല്ലാം കൂടി പൊടിച്ചു വന്നപ്പം എനിക്ക് അളവിലും കൂടുതൽ കിട്ടിയത് കൊണ്ട് ഇതിനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായി ഞാൻ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ പകുതി ഞാൻ ലഡു ആക്കി, പകുതി മിക്സ്ചർ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് തട്ടി. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ശേഷം ഇത് നെയ്യിലിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എനിക്കിവിടെ നമ്മുടെ മിക്സ്ചറിൻ്റെ അളവ് കൂടിയത് കൊണ്ട് ആദ്യം എടുത്ത ഈ ഡേറ്റ്സ് പോരാതെ വന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഡേറ്റ്സ് എടുത്ത് ഈ ഒരു പ്രോസസ്സ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഉദ്ദേശിച്ചതിലും കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും എനിക്ക് നമ്മുടെ ലഡു നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അതുകൊണ്ട് തന്നെ മെനക്കേട് കുറച്ച് കൂടുതലുമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആ ഒരു കഷ്ടപ്പാടിന് നഷ്ടമൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി കുട്ടന്മാരും കുട്ടികളുമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. See you soon.